മഹാഭാരതത്തിൽ ഒരു കീരിയുള്ള കാര്യം എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. പകുതി ശരീരം സ്വർണ്ണ നിറത്തിലുള്ള ഒരു കീരിയാണ്. ഈ കീരി യുധിഷ്ഠിരന്റെ യജ്ഞത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടിയാണ് എല്ലാവരും ഈ കീരിയെ ശ്രദ്ധിക്കുന്നത്. യുധിഷ്ഠിരൻ കുരുക്ഷേത്രമൊക്കെ ജയിച്ചതിനു ശേഷം ഒരുപാട് സമ്പത്തൊക്കെ നേടി ഒരു വലിയ യജ്ഞം നടത്തുന്നു. ഈ യജ്ഞം അവസാനിച്ചു കഴിയുമ്പോൾ എവിടെ നിന്നോ പകുതി സ്വർണ്ണ നിറത്തിലുള്ള ശരീരമുള്ള ഒരു കീരി അവിടേക്ക് വരികയും ഈ യജ്ഞാവശിഷ്ടങ്ങളിൽ കിടന്ന് ഉരുളുകയും ചെയ്യുന്നു. എല്ലാവരും നോക്കി നിൽക്കെ അവിടെ കിടന്ന് ഉരുണ്ട കീരി എണീറ്റ് വന്ന സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയിട്ട് പറയുന്നു, ആ സാധു കുടുംബം നടത്തിയ അന്നദാനത്തോളം മഹത്തരമല്ല യുധിഷ്ഠിരന്റെ മഹായജ്ഞം എന്ന്. ഇത് കേട്ട അവിടെ ഇരുന്ന യജ്ഞം നടത്തിയ ആചാര്യന്മാരും യുധിഷ്ഠിരനുമൊക്കെ അത്ഭുതപ്പെടുകയും പരിഭ്രാന്തരാകുകയും ഈ കീരിയോട് എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ കീരി അതിന് പിന്നിലെ കഥ പറഞ്ഞു കൊടുക്കുന്നു. ഒരു ഗ്രാമപ്രദേശത്തെ പാവപ്പെട്ട 4 അംഗ കുടുംബം. ഒരു വൃദ്ധനും അദ്ദേഹത്തിന്റെ വൃദ്ധയായ ഭാര്യയും അവരുടെ മകനും മരുമകളുമാണ് ആ കുടുംബത്തിലുള്ളത്. പ്രത്യേകിച്ച് വരുമാനമില്ലാതെ ദാരിദ്ര്യത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ കുടുംബം. ആഹാരത്തിന് പോലും നിവർത്തിയില്ലാതെ നിത്യ പട്ടിണിയിലേക്ക് കഴിഞ്ഞു കൂടുന്നതിനിടയിലാണ് അവർക്ക് ഒരു ദിവസം ഒരു നേരത്തെ അന്നത്തിനുള്ള വക കിട്ടുന്നത്. അത് തയ്യാറാക്കി അവർ ഭക്ഷിക്കാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് അവിടെ ഒരു അതിഥി വരുന്നു. ആ അതിഥി വന്ന് അകത്തേക്ക് കയറുന്നതോടുകൂടി അവർ ആ അതിഥിയെ പാദത്തില് ജലമൊഴിച്ച് കഴുകി സ്വീകരിക്കുകയും തങ്ങൾക്കായി ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണം ഈ അതിഥിക്ക് നൽകുകയും ചെയ്യുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ കീരി അവിടെ എത്തി ഈ പാവപ്പെട്ട കുടുംബം അതിഥിയെ സ്വീകരിക്കാനും സൽക്കരിക്കാനും ഒക്കെ ഉപയോഗിച്ച ആ ഇടത്തെ ജലത്തിൽ കിടന്ന് ഉരുളുകയും അതോടുകൂടി ഈ കീരിയുടെ പകുതി ശരീരം സ്വർണ്ണവർണ്ണമായി തീർന്നതുമാണ് എന്നാണ് ആ കീരി പറഞ്ഞ കഥ. യുധിഷ്ഠിരൻ ധർമ്മയുദ്ധമൊക്കെ നടത്തി രാജ്യമൊക്കെ നേടി സമ്പത്തും ഐശ്വര്യവും എല്ലാം നേടി ഇത്രയും വലിയ യജ്ഞമൊക്കെ നടത്തിയിട്ടും ആ യജ്ഞത്തിന് ആ സാധു കുടുംബം നടത്തിയ അന്നദാനത്തിന്റെ അത്ര ഗുണഫലമില്ല എന്ന് കീരി അനുഭവം കൊണ്ടാണ് പറഞ്ഞത്. ഈ യുദ്ധം കുരുക്ഷേത്രം ധർമ്മത്തിന്റെ പേരിൽ ധർമ്മം സ്ഥാപിക്കാനായിട്ട് നടത്തിയതാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് നടന്നത് മുഴുവൻ അധർമ്മമായതുകൊണ്ട് തന്നെ യുധിഷ്ഠിരൻ നടത്തിയ മഹായജ്ഞവും ഫലമില്ലാതെ പോയി എന്നാണ് കീരി പറഞ്ഞു വെച്ചത്.